ഐ ആം ഇൻഡറ്റഡ്, ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. വ്യക്തമാണ്. ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക്, അത്ര എനിക്ക് പറയാൻ പറ്റും. ഞാൻ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. ഒരു 90% ദൈവത്തിൻ്റെ ഇച്ഛയിൽ ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. മനുഷ്യനാണ്, ചില തെറ്റുകളൊക്കെ പറ്റും, അത് പറ്റുന്നുണ്ട് എനിക്ക്. പക്ഷേ കഴിഞ്ഞ 5 ടേമുകളിൽ ലോക്സഭയിലായാലും നിയമസഭയിലായാലും ശരി തന്നെ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുന്നു, ഒരാളും എല്ലാവരും ചെയ്ത പാപത്തിൻ്റെ 1% പോലും ഞാൻ ചെയ്തിട്ടില്ല. അത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള ഭൃത്യൻ, സേവകൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മുതലാണ് നമ്മുടെ പ്രിയ MP സുരേഷ് ഗോപി. അദ്ദേഹം ഒരു രാജാവാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആക്ച്വലി ഒരു സേവകനാണ്. എന്നാൽ നമ്മുടെ ജനാധിപത്യ മര്യാദകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു ജെന്റിൽമാൻ ബിഹേവിയർ കൊണ്ട് നമ്മൾ ഈ ജനസേവകരെ സേവക, ഭൃത്യ എന്നൊന്നും വിളിക്കാറില്ല. നമ്മുടെ ചില കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയും നമ്മൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ജനസേവകന്മാർ തന്നെയാണ്. ജനാധിപത്യത്തിൽ ഭരണമില്ല, സേവനം മാത്രമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം ഏതോ ഒരു റീലിൽ മൈത്രേയൻ പറയുന്നത് കേട്ടു. കൃത്യമാണ്. എന്നാലും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മളെയൊക്കെ പ്രജകളെ എന്ന് വിളിക്കാനായിട്ട് തോന്നുന്നത്? ഇനിയിപ്പോൾ തൃശ്ശൂരുകാരുടെ മാത്രം രാജാവായിട്ട് ഇദ്ദേഹം സ്വയം അങ്ങോട്ട് അവരോധിച്ചോ എന്ന് ചില സമയങ്ങളിൽ ഇങ്ങനെ വിചാരിച്ചു പോകും. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇത്തരത്തിൽ പലതവണയായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് രാജകോപം ഏൽക്കുമോ എന്നുള്ള പേടിയുമുണ്ട്. അതേപോലെ ഭൃത്യന്മാർ കാര്യമായിട്ട് തന്നെ കമന്റ് ഇട്ട് കാര്യമായി ആക്രമിക്കാറുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും രസകരമായിട്ടുള്ള സംഗതികളാണ്. വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക്, അത്ര എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ബിഹേവിയറിനെ, ഇങ്ങനെയുള്ളൊരു മെന്റാലിറ്റിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വേർഡ് തന്നെ, ജനസേവകരാണ്. പലപ്പോഴും ആളുകൾ പരാതിയായി പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു മനുഷ്യനല്ലേ സുരേഷ് ഗോപിജി, അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രശ്നങ്ങളല്ലേ? ഭാഷാ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഭാഷാ പ്രശ്നങ്ങൾ വന്നേനെയും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ തോന്നില്ലേ ബാക്കിയുള്ള ആളുകളെ പ്രജകൾ എന്നുള്ളത്? നിങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടി വരുന്നു? പ്രജകളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കൂടുന്നത് പെറുക്കിയെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് നിങ്ങൾ പറയുമോ? ഇല്ല, നിങ്ങളുടെ ജോലിയാണ് അതെന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ആളുകളെ ഭരിച്ചേക്കാം എന്നുള്ള ചിന്തയുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ വരുന്ന സാധാരണ പൗരന്മാരെ പ്രജകളെന്നോ, അല്ലെങ്കിൽ കീഴ് ജീവനക്കാരെ ഭൃത്യനെന്നോ, നിങ്ങളുടെ ഡ്രൈവറെ സാരഥി എന്നോ പോലും വിളിക്കാറില്ല. ഇപ്പോൾ സാരഥി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോട്ടെ, അതൊരു അർത്ഥം വരുന്ന ഒരു പദമാണ്, ഡ്രൈവറുടെ ഒരു പര്യായമാണ്. എന്നാൽ കൂടെ നമ്മൾ അത്തരത്തിലുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ സുരേഷ് ഗോപിജി ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയേണ്ടത്? പഠിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി. പഴയ രാജഭരണത്തിൻ്റെ ആ ഒരു ഗ്ലാമറൊക്കെ കണ്ടിട്ട് അതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള പൊസിഷനിലേക്ക് മത്സരിക്കാനായിട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ടോ ശ്രമിക്കരുത്. ഭാഷ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഷ മാത്രം ശ്രദ്ധിച്ചാൽ ഒത്തിരിയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, ഒത്തിരിയധികം നമുക്ക് ജനപ്രിയനാവാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ചങ്ങായിയാണ് ഈ സുരേഷ് ഗോപിജി. എനിക്കേറെ ബഹുമാനമുണ്ട്. ഈ പറയുന്ന പൊസിഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏറെ ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹം MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. തൃശ്ശൂരിലെ ഗഡികൾക്കോ, തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള ഗഡികൾക്കോ അല്ലാതെ ബാക്കി അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ഗഡികൾക്കോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദേഷ്യം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രജ എന്ന് പറയുന്ന ആ ഒരു വിളി കേൾക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അർത്ഥം അറിയാത്തതാണ് എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അത് ഇംഗ്ലീഷിലാണ്, പക്ഷേ ഞാനത് മലയാളത്തിലേക്ക് പറഞ്ഞുതരാം. ഇൻ ദ ഇറ ഓഫ് മൊണാർക്കി, പ്രജ referred to the king's subject who were bound to obey the sovereign. സിമ്പിളായി പറഞ്ഞാൽ പരമാധികാരത്തെ, രാജഭരണകാലത്തെ പരമാധികാരത്തെ, കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാനായിട്ടുള്ള
റൈറ്റ്സ് ഒന്നും ഇല്ലാതെ ഒബേ ചെയ്ത് പോവേണ്ടിയിരുന്ന ആളുകളാണ് പ്രജ എന്ന് റെഫർ ചെയ്യുന്നത്. നമ്മളങ്ങനെയാണോ? അല്ല. നമ്മൾക്ക് കൃത്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. ഭരണകാര്യങ്ങളിൽ നമ്മുടെ ഇടപെടലുകൾ ഉള്ളതുകൊണ്ടാണ് ഓരോ ആളുകൾ തിരഞ്ഞെടുക്കുന്നതും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പ്രജാ വീടുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ എത്ര കാലമായി പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതോ കാലഘട്ടത്തിൽ ഒരു പുസ്തകം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ ഭരിക്കുക എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പുള്ളിക്ക് ഈ ജനസേവകൻ, ജനാധിപത്യം എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ക്ലാസ് ആരെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനായിട്ട് വരുന്നത്? ഇനി വരുന്ന തലമുറയൊന്നും ഒരിക്കലും ഭൃത്യ അല്ലെങ്കിൽ പ്രജകളെ എന്നുള്ള വിളികളൊന്നും കേൾക്കാനായിട്ട് നിന്നു കൊടുക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ തിരുവനന്തപുരത്തൊക്കെ നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക്, തിരുവിതാംകൂറുകാരായിട്ടുള്ള ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും അവരുടെ രാജഭരണത്തിൻ്റെ ഓർമ്മകളൊക്കെ പേറി അനുസരണയോടെ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില ആളുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും എന്നുണ്ടെങ്കിലും ഇനിയുള്ളൊരു വലിയ കൂട്ടം ആളുകൾ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കും. ഇമാതിരി വർത്തമാനമൊക്കെ ഈ പൊതുമധ്യത്തിൽ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഈ പറഞ്ഞ സുരേഷ് ഗോപിജി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പണികളിൽ ഒരു സഹായം എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സർവൻസ് ആയിട്ടുള്ള ആളുകൾ സുരേഷ് ഗോപിജിയെയും കൂടെയുള്ള കുടുംബാംഗങ്ങളെയും പ്രജകളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. അതേ ഇഷ്ടക്കേട് തന്നെ ഞങ്ങൾക്ക് ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ജനസേവകൻ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ്. നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് മര്യാദയൊക്കെ ആവാം, കുറച്ച് അധികാരത്തോടെ, കുറച്ച് അഹങ്കാരത്തോടെ ഈ ജനാധിപത്യ സംവിധാനത്തിലെ പൗരൻ എന്നുള്ള നിലയിൽ പറയുകയാണ് സേവകൻ്റെ പൊസിഷനിൽ നിൽക്കണം, അല്ലാതെ ഞങ്ങളെ കയറി ഭരിക്കാൻ വേണ്ടി വരരുത്. സിമ്പിളായിട്ട് ഇത്ര പറയാനായിട്ടുള്ളൂ. ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക്, അത്ര എനിക്ക് പറയാൻ പറ്റും. കേട്ടു, കൃത്യമായിട്ട് തന്നെ കേട്ടു. ആ ഒരു പ്രാക്കൊക്കെ കൃത്യമായിട്ട് തന്നെ കേട്ടു. ആ ഒരു പ്രാക്കും ദൈവകോപവും രാജകോപവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും അത് കുഴപ്പമില്ല എന്ന് അങ്ങ് വിചാരിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്നേ. ഇനിയിപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഒന്നൊന്ന് ശ്രദ്ധിച്ചോണേ. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. ഒരു 90% ദൈവത്തിൻ്റെ ഇച്ഛയിൽ ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. മനുഷ്യനാണ്, ചില തെറ്റുകളൊക്കെ പറ്റും. അത് പറ്റുന്നുണ്ട് എനിക്ക്. പലപ്പോഴും നമ്മുടെ ജനപ്രതിനിധികൾ, ജനസേവകർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ അതിതീവ്ര മതവിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാതിരിക്കാൻ നല്ലത്. കാരണം ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇവരുടെ കഴിവ് കൊണ്ട് കിട്ടിയതാണെങ്കിൽ കൂടെ, ഇവരുടെ പ്രയത്നം കൊണ്ട് കിട്ടിയതാണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ സഹായം കൊണ്ട് കിട്ടിയതാണെങ്കിൽ കൂടി ഇവർ അംഗീകരിക്കില്ല. ഇവർ പറയും ഇതൊക്കെ ദൈവം എനിക്ക് തന്നതാണ്. എന്തുകൊണ്ടാണ് സാർ ഈ കരിയറിൽ ഇത്ര നല്ല പൊസിഷനിൽ എത്തി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മികച്ചൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയത്? ഉറപ്പായിട്ടും പല എണ്ണവും അവിടെ ദൈവത്തെ മെൻഷൻ ചെയ്യും. ദൈവത്തെ മെൻഷൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം കിട്ടിയതുപോലുള്ളൊരു ചിന്തയാണ്. താൻ അതിന് അർഹനല്ല, തനിക്കിത് ദാനം കിട്ടിയതാണ്, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ്, വഴിപാട് നേർന്നപ്പോൾ കിട്ടിയതാണ്, അല്ലെങ്കിൽ കുടുംബക്കാരുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പൂർവികർ ചെയ്ത പുണ്യമാണ്, ദാനം കിട്ടിയതാണ്. ഈ ദാനം കിട്ടിയ മെൻറ്റാലിറ്റിയുമായിട്ട് ജനസേവനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ദാനം കൊടുക്കാനായിട്ട് തോന്നും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഇവരതിനെ പ്രാർത്ഥനയും അപേക്ഷയും കാലുപിടുത്തമായിട്ട് കാണും. അതേപോലെ തന്നെ ഇവർ ആ ഒരു കാര്യം ചെയ്തു തരുന്ന സമയത്ത് ദാനം തന്നതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്കൂട്ടരുടെ മൈൻഡ് സെറ്റ് വെച്ച് വായിൽ നിന്ന് പ്രജ എന്നുള്ള വേർഡൊക്കെ വരുന്നത്. ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്, എല്ലാം ദൈവദാനം എന്നൊക്കെ പറയുന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് അങ്ങേയറ്റ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അവർ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന് തൊട്ട് താഴെ താൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ താനാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, തനിക്കൊപ്പം എത്താത്ത ആളുകൾ, അവരൊക്കെ തൻ്റെ ഭക്തന്മാരാവണം. അങ്ങനെ നല്ല രീതിയിൽ ഭക്തി ഉണ്ടായെങ്കിൽ താൻ തൻ്റെ മുകളിലുള്ള ദൈവത്തോട് നല്ല ഭക്തി പുരസരം കാര്യങ്ങൾ അപേക്ഷിച്ചതുകൊണ്ട് തനിക്ക് കിട്ടിയതുപോലെ തൻ്റെ താഴെയുള്ളവന്മാരും തന്നോട് ഭക്തി പുരസരം നിന്നോട്ടെ. ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ പെരുമാറ്റത്തിൽ ഇവർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇനി വോട്ട് ബാങ്ക് നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കാതിരിക്കാൻ നല്ലത്. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോസിലും ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു സംഗതിയുണ്ട്. MSFൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം തീവ്ര മതവിഭാഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഈ മതം പേരിൽ തന്നെ പരസ്യപ്പെടുത്തി ജനാധിപത്യ സംവിധാനത്തിലേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിക്കുന്ന ഇക്കൂട്ടരെ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആർക്കും വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദു വിചാരിക്കുന്നു, തീവ്ര ഹിന്ദു വിചാരിക്കുന്നു, ഈ BJP അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് സുഖമായിരിക്കും. എന്നാൽ അവന് അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റുമോ? ഇല്ല.
BJP പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രജ എന്നുള്ളൊരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടിയാലായി. പ്രജകളിൽ തന്നെ പല തട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജാതിയും നിങ്ങളുടെ കുലവും ഒക്കെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അവൻ്റെ സംവിധാനത്തിൽ നിങ്ങൾ ബ്രാഹ്മണ കുലത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും താഴേക്കാണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ചമർത്തലുണ്ടാവും. നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഇനി തീവ്ര ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ വിചാരിക്കുകയാണ് തീവ്ര ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുഖകരമായിരിക്കും എനിക്ക് അവസ്ഥ, അതിൽ കുറച്ച് ആണുങ്ങൾക്ക് കുറച്ച് സുഖമൊക്കെ കിട്ടും, ചില അനുഭൂതികളൊക്കെ കിട്ടുമെന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരെപ്പോഴും മറ്റേ അഫ്ഗാനിസ്ഥാനുമായിട്ട് താലിബാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ്ലി ഈ സ്ത്രീകളുടെ മുതുകത്ത് കയറുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയമാണ് ഇവർ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. പാട്ട് കേൾക്കാൻ പറ്റത്തില്ല, സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ക്രിസ്ത്യാനികളുടെ കാര്യം ഞാൻ എടുത്ത് പറയാത്തതാണ് കേട്ടോ. ആകെ ഉള്ളത് ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. അതിൽ പല എണ്ണവും പലയിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. വലിയ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യമൊന്നും കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും മതസൗഹാർദ്ദം കാര്യമായിട്ട് തന്നെ മുറുകെ പിടിക്കേണ്ട ആളുകളാണ് ക്രിസ്ത്യാനികൾ. ആരുടെയെങ്കിലുമൊക്കെ കൂടെ തരം പോലെ നോക്കി നിൽക്കേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത്തരത്തിൽ മനോഭാവമുള്ള ആളുകളെ ഒന്നും അധികാര ശ്രേണിയിലേക്ക് തള്ളിക്കയറ്റി വിടാതിരിക്കുക. എന്നിട്ട് താഴെ പ്രജ, അടിയൻ, അടിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റാൻ മൂളി നിൽക്കാതിരിക്കുക. ആ ഒരു രീതിയിലേക്കെങ്കിലും സ്വന്തം പേഴ്സണാലിറ്റി ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.